പറ്റുന്നതെല്ലാം ചെയ്തു നോക്കി. ആനപ്പിണ്ടം ചൂടാക്കി ചവിട്ടിയ കാലേലെ ആണിരോഗം മാറുമെന്ന് ഈ വാരികയിലുണ്ടായിരുന്നടാ. ആനയുടെ പിറകെ നടക്കാമെങ്കിൽ പ്രത്യേകം ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആണിരോഗമാ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എടാ, എവിടെ നിന്നേലും കുറച്ച് ആനപ്പിണ്ടം കൊണ്ട് തരണം കേട്ടോ. യോ എന്റെ കാലം, എന്നതാടി അവിടെ ഒരു ശബ്ദം? പാട്ട കിടുങ്ങിയല്ലോ. സൂക്ഷിക്കണേ ചേട്ടത്തി, ഭൂമിയിലൊക്കെ ആയിരിക്കും. ഇന്നലെ ഇടുക്കിയിലും അങ്ങനെ ഉണ്ടായിരുന്നു, പത്രത്തിലുണ്ടായിരുന്നു. ഒന്നുകിൽ നമുക്ക് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഒന്നിച്ച് ഒരു കാര്യത്തിനും പോരുതെന്നാ പറയുന്നേ. ഇച്ചാൻ ആത്മഹത്യ ചെയ്തോ? ഞാൻ വിവാഹം കഴിച്ച് എങ്ങനെങ്കിലും കഴിഞ്ഞോളാം. ആശുപത്രി വരെ ഒന്ന് പോവുക. നമ്മുടെ ആ SI സൈമൺ ഇല്ലേ, പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയില്ല. ഒന്ന് പോയി കണ്ടേച്ചു വരാമെന്ന് കരുതി. SI ആശുപത്രി കിടക്കുവാന്നോ? എന്തായാലും ഞാനും പോയി ഒന്ന് കാണുന്നുണ്ട്. ഒന്ന് സോപ്പ് ഇടാൻ പറ്റിയ അവസരമാ. പോലീസിൽ ഇത്തിരി പിടിപാടൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാ. ആന ഒരു തരത്തിലും ആനപ്പിണ്ടം ഇടുകയില്ലായിരുന്നു. പിന്നെ ആന നായാട്ടുകാരൻ വീരപ്പന്റെ ഒരു ഫോട്ടോ അങ്ങ് കാണിച്ചു. അതോടെ ആന കാര്യം നടത്തുകയും ചെയ്തു. ഈ കൊട്ടയ്ക്കടി വെച്ചേക്കാം, അല്ലെങ്കിൽ ആ കോഴി വന്ന് കൊത്തി പറക്കി ഇവിടെ എല്ലാം ആക്കും. നല്ല ഈന്തപ്പഴം നോക്കി ഒരു 2 കിലോ ഇങ്ങെടുക്ക്. SIക്ക് കൊടുക്കാനാ. അദ്ദേഹത്തിന് ഈന്തപ്പഴം എന്ന് വെച്ചാ ജീവനാ. കൂടിയ ഏനം തന്നെ എടുത്തു. ഇതിപ്പോ എവിടാ സൂക്ഷിച്ചു വെക്കുക? ആ കുരുത്തം കെട്ട പിള്ളേർ ഇതിലെ ഒക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും. കണ്ട അപ്പോ അടിച്ചു മാറ്റും. ഈ കൊട്ടക്കീഴി വെക്കാം, ഇവിടെ ആകുമ്പോ കാണുകയില്ല. എടിയേ, ചോറ് വേഗം എടുക്ക. കഴിച്ചേച്ച് എനിക്ക് ഉടനെ SIയെ കാണാൻ പോകേണ്ടതാ. അവിടുന്ന് സുഖമില്ലാതെ കിടക്കുവാന്നറിഞ്ഞ് ഓടി വന്നതാ. മനുഷ്യന്റെ കാര്യമല്ലയോ, എന്നതാ സംഭവിക്കാന്ന് ആർക്കാ പറയാൻ പറ്റുക? അവിടത്തേക്ക് തിന്നാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സംഘടിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങ് ഇത് പതിവായി കഴിക്കുന്ന കൂട്ടത്തിലാന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഇത്? ആനപ്പിണ്ടമാണല്ലോ. SIയെ കാണാൻ പോയേച്ച് എന്തായി? പോലീസിൽ പിടിപാടൊക്കെ ആയോ? കഴുത്തിലായിരുന്നു പിടി, അതിന്റെ പാടുണ്ട്. ഞാൻ എന്റെ കുഞ്ഞെ എന്റെ അമ്മ വീട് വരെ ഒന്ന് പോയതാ. അവിടെ ചെന്നപ്പോ നല്ല ഒരു ഈട്ടിത്തടിയുടെ ഉരുള് കിടക്കുന്നു. അത് ഞാനിങ്ങ് കൊണ്ടുപോന്നു. ഇപ്പൊ ഈട്ടിത്തടിക്കൊക്കെ എന്നാ വിലയാ? നല്ല വിളഞ്ഞ ഈട്ടിയാണല്ലോ, കൊത്തുപണിക്ക് രസികനാ. അമ്മ വീട്ടിൽ നിന്ന് ചേട്ടത്തി കൊണ്ടുവന്ന ഈട്ടിത്തടി എന്നാ ചെയ്തു? വിലക്കാരെങ്കിലും വന്നോ? ആർട്ടിസ്റ്റ് ശിവരാമൻ ഇന്നലെ വന്ന് നോക്കിയേച്ച് 3000 രൂപ വില പറഞ്ഞു. 3000 രൂപയ്ക്ക് നഷ്ടമുണ്ടോ കുഞ്ഞമ്മേ? ഏയ്, ഒരു നഷ്ടവും ഇല്ലെന്നേ. ഇന്നത്തെ നിലയ്ക്ക് ലാഭമാ ചേട്ടത്തി. അയാളുടെ മനസ്സ് മാറും മുമ്പ് വേഗം ചെന്ന് കച്ചവടം ഉറപ്പിച്ചോ. എന്നാ പറ്റി രാവിലെ? വീട്ടിൽ നിന്ന് ഏതാണ്ട് കിട്ടിയ മാതിരി ഉണ്ടല്ലോ. എങ്കിലും എന്റെ കുറിപ്പിയേട്ടാ, എന്റെ ജാതകം കുറെ കട്ടിയാ. ഈ ഇടയായി ദിവസവും പെമ്പറന്നവരുടെ തല്ലു കൊള്ളാനേ നേരം. ജാതകത്തെ പഠിച്ചിട്ട് എന്താ കാര്യം? ഭാര്യമാർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണം. അവക്കിപ്പോ ഇഷ്ടക്കേട് തോന്നാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതാ കാര്യം. ഒന്നും ചെയ്യാതെ ഇങ്ങനെ എപ്പോഴും പോത്തുപോലെ കിടന്നുറങ്ങുന്നത് കൊണ്ടാ പെമ്പറന്നവർക്ക് തന്നോട് ഇഷ്ടക്കേട്. എടോ, വീട്ടുകാര്യങ്ങളില് പെണ്ണുങ്ങളെ നമ്മളും കൂടി ഒന്ന് സഹായിക്കണം. ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ വെള്ളം കോരും, മുറ്റമടിക്കും, കറിക്കരി, വിറകേറും, തുണി കഴുകും. അങ്ങനെ കണ്ണി കാണുന്ന എന്തു ജോലിയും ചെയ്യും. അത് കാരണം ഭാര്യയ്ക്കെന്നോട് വലിയ കാര്യമാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചുറുചുറുക്കൂടെ നോക്കി
ഇന്നു മുതൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ജീവിച്ചു നോക്കിക്കേ. അപ്പൊ തനിക്ക് തന്നെ അതിശയം തോന്നും ഭാര്യയ്ക്ക് വരുന്ന മാറ്റങ്ങൾ. ഇപ്പൊ തന്നെ തുടങ്ങിക്ക. എന്നെ കൊണ്ട് എന്തൊക്കെ കഴിയുമെന്ന് ഞാൻ അവക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ താൻ പറഞ്ഞ വിലക്ക് ഈട്ടിത്തടി അങ്ങ് അന്നേക്കാം. കൈവണ്ടിയും വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോരു കേട്ടോ. ചേട്ടത്തി നടന്നോ, ഞാൻ പിറകെ എത്തിയേക്കാം. ഇതെന്നതാ ഇങ്ങനെ നിക്കുന്നേ? നീയല്ലേടി പറഞ്ഞത് എന്നെ കൊണ്ട് തിന്നു മുടിക്കാനല്ലാതെ ഒന്നിനും കൊള്ളുകയിലാന്ന്. എന്നെ കൊണ്ടേ എന്തു പറ്റുമെന്ന് നോക്ക്. ഇന്ന് ഞാൻ 4 പേരുടെ പണിയാ ചെയ്തത്. എന്നാ പറ്റി അങ്ങനെയൊന്ന് തോന്നാൻ? എടി, ഈ ആരോഗ്യമുള്ള ശരീരവും ഉറച്ച മസിലുകളും ദൈവം തമ്പുരാൻ എന്തിനാ തന്നിരിക്കുന്നറിയാവോ? ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ ഞാനൊരു പരാജയമാണെന്ന് നീ പറഞ്ഞിട്ടില്ലേടി? എന്റെ മസിലിന്റെ ശക്തി നിനക്ക് കാണണം. വാ, കാണിച്ചു തരാം. നോക്കടി അങ്ങോട്ട്. ദാ അവിടെ കിടന്ന വിറക് മുട്ടി അപ്പടി ഈ അരിക്കാനുള്ള പരുവത്തിന് കുഞ്ഞു കുഞ്ഞായിട്ട് കീറി കൂട്ടിയിട്ടിട്ടുണ്ട് ഞാൻ. എങ്ങനെയുണ്ട്? കർത്താവേ, 3000 രൂപയ്ക്ക് കച്ചവടം ചെയ്ത എന്റെ ഈട്ടിത്തടിയാണല്ലോ ഇത്. കർത്താവേ, ഇവിടെ ഗുണവും ചെയ്യാൻ മേല ദോഷവും ചെയ്യാൻ മേല. അയ്യോ, എന്നെ കൊല്ലുന്നേ! അയ്യോ, ഓടിവായോ! ഏതായാലും കച്ചവടം ചെയ്തതല്ലേ, വിടണ്ട. വല്ല തവിക്കണേ ഉണ്ടാക്കി വിൽക്കാം. ഇന്ന് മൊത്തം പശു പട്ടിണിയാ. അതിനെന്തേലും കൊണ്ട് കൊട്. അതും ഒരു ജന്തുവല്ലേ. നിങ്ങൾ തമ്മിൽ എന്നാ വ്യത്യാസം? അതാ ഞാനും ഓർക്കുന്നത്. പശുവിന് കുറച്ച് പുല്ല് എവിടെ നാടാ കിട്ടുക? നമ്മുടെ കുഞ്ചുകുറുപ്പിന്റെ കപ്പയ്ക്കിടയില് ഒത്തിരി പുല്ല് നിപ്പുണ്ട്. അയാളാണെങ്കി ഇന്ന് അവിടെ ഇല്ല. നിങ്ങളും കൂടി ഒന്ന് വാ. പാല് കുടിക്കുമ്പോ ഞങ്ങളെ കൂടെ ഓർത്തേക്കണം. ഇത് കണ്ടമാനം പുല്ലുണ്ടല്ലോടാ. ഞാൻ കിളച്ചു മറിക്കാം. നിങ്ങളെ കുടഞ്ഞു എടുത്തോണം. സൂക്ഷിച്ച് കിളക്കടേ ചേട്ടാ, പഴയ പറമ്പാ. തൂമ്പ എന്തിലോ ചെന്ന് മുട്ടിയില്ലോ. ഞാൻ പറഞ്ഞില്ലേ, പഴയ പറമ്പാ, എന്തെങ്കിലുമൊക്കെ കാണും. ഒന്ന് മാന്തി നോക്കിക്കളയാം. എന്താ ചേട്ടാ അത്? ഇതൊരു ചെപ്പാണല്ലോ. നല്ല ഭാരവും ഉണ്ട്. ലോഹം കൊണ്ടുള്ളതാ. എടാ, ഇത് അത് തന്നെ. ഏത് തന്നെ? എടാ, ഇത് നിധിയാടാ, നിധി. എടി, നമ്മള് രക്ഷപ്പെട്ടടി. ഇത് നോക്ക്, നിധിയാടി, നിധി. നിറയെ സ്വർണവാ. അയ്യോ, നിധിയോ? കർത്താവേ, നിങ്ങൾ പതുക്കെ പറ. അയൽക്കാര് മുഴുവൻ അസൂയക്കാരാ. ഇനി കുറച്ച് മാലയും വളയൊക്കെ പണിയിക്കണം. ബോബാ, പൊന്നു മോനെ, നീ ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ. നിനക്കേ ഞാനൊരു സൈക്കിള് വാങ്ങിച്ചു തരുന്നുണ്ട്. മോളിയെ, നീ ആകെ അങ്ങ് വേർത്ത് പോയല്ലോ മോളെ. കുടിക്കാൻ എന്തേലും എടുക്കട്ടെ? കടിക്കാനും കൂടെ എന്തെങ്കിലും എടുത്തോ ചേട്ടത്തി? എടിയേ, നീ അറിഞ്ഞില്ലേ മറിയുടെ മാപ്പിളയ്ക്ക് നിധി കിട്ടിയെന്ന്? 50 കിലോ സ്വർണ്ണമെങ്കിലും കാണൂന്നാ പറയുന്നേ. കൊറേ രത്നവും ഉണ്ട്. നീ ഇതാരോടും പറയരുത് കേട്ടോ. അതിനി നാട്ടിലറിയാൻ ആരാ ബാക്കിയുള്ളേ? ആ സാറാടെ കെട്ടിയോ നിധി കിട്ടാനായി പറമ്പും വീടും മൊത്തം കുത്തി ഇളക്കി കിളയ്ക്കുക. എടി, നീ ആ 4 ചുറ്റിലുമുള്ള വാതിലും ജനലും ഒക്കെ അടച്ചേക്ക്. ആരും കാണണ്ട. അതൊക്കെ ഞാൻ എപ്പോഴേ അടച്ചു കഴിഞ്ഞു. പതുക്കെ വേണം തുറക്കാൻ. ചിലപ്പോ രക്തമൊക്കെ ഉണ്ടേലേ പൊട്ടിപ്പോവും. കുർപ്പാശാന്റെ പുരയിടത്തിൽ പന്നി കയറാതിരിക്കാൻ ഡയനാമിറ്റ് വെച്ചിരുന്നതാ നിധിയെന്ന് കരുതി ചേട്ടൻ എടുത്തോണ്ട് വന്നത്.
എവിടെന്നാ ഈ മോട്ടോർ സൈക്കിള്? ഞാൻ ഇതങ്ങ് മേടിച്ചടി. ആ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകണമെങ്കിൽ എളുപ്പമായില്ലേ. ആ, നമുക്ക് പള്ളി പോകാനും ഇത് കൊള്ളാം. പള്ളി മാത്രല്ല, ഇതേ കയറിയ സെമിത്തേരി പോകാനും എളുപ്പമാ. ഇതേലൊന്ന് കേറി ഓടിച്ചു നോക്കിയാലോ? മൈസ്രാട്ടിന്റെ കെട്ടിയൊക്കെ കാർ ഓടിക്കാമെങ്കിൽ എനിക്ക് എന്താ സ്കൂട്ടർ ഓടിച്ചാല്? ആദ്യം പതിയെ ഓടിച്ചു നോക്കിയാ മതി. ആ ആക്സിലേറ്ററെ പതിയെ ഒന്ന് തിരിക്കും. ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുക്കടി. ഇപ്പൊ മനസ്സിലായോ ഗിയർ മാറുന്നത് എങ്ങനെയാണെന്ന്? ആ, ഇനി ഇതാ ആ ലിവർ. അയ്യാ, ഓ സാരമില്ല, കല്ലേ കയറിയതാ, പിടിച്ചിരുന്നോണേ. നല്ല റോഡ്, സ്പീഡ് കൂട്ടിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ മനുഷ്യനെ മിണ്ടാതിരിക്കുന്നേ? അയ്യോ കർത്താവേ, ഇത് ഞാൻ എവിടെ പോയി? അയ്യോ എന്റെ അമ്മേ, കർത്താവേ, നിർത്തുന്നത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലടാ. അയ്യോ അയ്യോ, ഓടിവായോ ഓടിവായോ, ഈ കുന്ത്രാണ്ട് ഒന്ന് നിർത്തി തരണേ. നാട്ടുകാരെ രക്ഷിക്കണേ. അയ്യോ 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 അയ്യോ, ഒന്ന് നിർത്തണേ. അയ്യോ അയ്യോ അയ്യോ. മുറുക്കി പിടിച്ചോണേ, രണ്ടിന് ഹോഴ്സ് പവർ ഇത്തിരി കൂടുതലാ. പോരാ, ഒലക്ക തന്നെ ഇട്ട് പിടിക്കണം. എന്തായിടി, ബൈക്ക് നിർത്തിയോടി? ദൈവാധീനം ഉണ്ട് ചേട്ടാ. വണ്ടി ഒരു മരത്തിലിടിച്ച് നിർത്തി. ഭാഗ്യത്തിന് ചേട്ടത്തിക്കൊന്നും പറ്റിയില്ല. ഹോ, ദൈവത്തിന് നന്ദി. റോഡിന്റെ ഇരുവശങ്ങളിലും ചോലവൃക്ഷങ്ങൾ വയ്ക്കണമെന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായോ? അത് ശരിയാ. ബോബൻ എന്തിയടി? ബോബൻ കൊട്ടയെടുക്കാൻ പോയേക്കുവാ. വണ്ടി വർഷാപ്പിൽ കൊണ്ടുപോണ്ടേ? എടിയേ, നമ്മുടെ മോന് വേണ്ടി ഒരു വിവാഹ പരിചയം കൊടുത്തായിരുന്നില്ലേ? അതിന്റെ മറുപടി വന്നിട്ടുണ്ട് കേട്ടോ. ആ, അവര് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കാഞ്ഞിരപ്പള്ളിക്കാരാ. കർത്താവേ, കാഞ്ഞിരപ്പള്ളിക്കാരാന്നോ? റബ്ബർ മുതലാളിമാരാ അവിടൊക്കെ. സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ അവരടുക്കത്തുള്ളൂ. നിങ്ങളുടെ ഈ പടുതിയും കൊണ്ടിരുന്ന കല്യാണക്കാർ അവരുടെ പാട്ടിന് പോവേ, പറഞ്ഞേക്കാം. എടി, നിങ്ങളുടെ വീട്ടിലെ ഫോൺ വെറുതെ ഇരിക്കുവല്ലയോ, അതും കൂടി ഇങ്ങ് കൊണ്ടുപോവാ. രണ്ടെണ്ണം ഇരിക്കട്ടെന്ന്. ഈ കാലത്ത് ഫോൺ മാത്രം പോരെ എടത്തി. മൈക്രോവേവ് ഉണ്ടോ? ആ, വേവിച്ചിരി വാലവാ, അത് സാരമില്ല. നീ ആ ഫോൺ ഇങ്ങ് എടുത്തോണ്ട് വാ. പിന്നെ TV. വടക്കേരിക്കാരുടെ ടിവിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ബെഡ്റൂമിലും മറ്റേത് കിച്ചണിലും വെക്കാം. ഇനി കാറിന്റെ കാര്യത്തിൽ മാത്രം കുറയ്ക്കണ്ട. ഇപ്പൊ ദാരിദ്ര്യമാണെങ്കിലും വീട്ടിന്റെ മുന്നിൽ കാറ് വേണം. ഞാൻ ഒരു 3 കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുറ്റത്ത് അങ്ങനെ കിടക്കട്ടെ എന്ന്. ആ, അവര് വരുന്നുണ്ട്. എടാ പോവാ, നീ സേർവന്റ് പോയി ആയിട്ട് ഇവിടെ നിക്കണം. മോളി, നീ പോയി പുറത്തുനിന്ന് ഫോണിൽ ഇങ്ങോട്ട് കൂടെ കൂടെ വിളിക്കാം. വന്നാട്ടെ വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം. എന്നാ ചൂടാ അല്ലയോ? AC കേടായ കാരണം ഒന്ന് ഇരിക്കാൻ മേല കേട്ടോ. അവിടെയൊക്കെ എങ്ങനാ, ചൂടാന്നോ അതോ? ഹലോ, ആരാ? ലാസറോ? എന്താ ലാസറേ, തേങ്ങ വേണമെന്നോ? ആ, ലാസറിനായതുകൊണ്ട് 7000-ന് തരാം. ഓ, ഈ കൊല്ലം കുറവാ ലാസറേ, ഒരു 35,000 രൂപയെ കാണത്തുള്ളൂ. റബ്ബറോ? അത് കൊടുത്തു. 4000 കിലോയോ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഉണക്കായിരുന്നു. ആ, അടുത്ത മാസം 5000 കിലോ കൊടുക്കാൻ കാണുമായിരിക്കും. ആ, എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. ഓക്കെ. സ്കോച്ചാ ഇത്, പോരെങ്കിൽ ബ്രാൻഡി എടുക്കാം. ഫ്രിഡ്ജിൽ ആവശ്യമുള്ളതൊക്കെ ഉണ്ട്.
ഹലോ, അളിയനാന്നോ? ആ, വിവരങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? എന്നാ പറയാനാ അളിയ? ആ എസ്റ്റേറ്റ് വാങ്ങിക്കാണ്ട് വന്നു. എന്തോ? ആ, 65 ലക്ഷമായി. അതോ? പുറത്ത് പറയണ്ട. പകുതി കുഴൽപ്പണവും ബാക്കി ബിനാമി കിടന്ന കള്ളപ്പണവുമാ. ഒക്കെ ദൈവാധീനം. അളിയൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ആ, ഞാന് പിന്നെ വിളിക്കാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഗേൾ എന്തുവരെ പഠിച്ചു? ഗേളോ? എന്റെ പേര് ഗേളൊന്നൊന്നുമല്ല, പോളെന്നാ. ഐസക് പോൾ, ഇൻകം ടാക്സ് കമ്മീഷണറാ. നിങ്ങളുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് ചിലർ വിളിച്ചറിയിച്ചിരുന്നു. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. അയ്യോ എന്റെ പൊന്നു സാറേ, രക്ഷിക്കണം. കല്യാണക്കാരാന്നാ ഞങ്ങൾ വിചാരിച്ചേ. അതുകൊണ്ടല്ലയോ ഈ പുളുവെല്ലാം കാച്ചി. മാപ്പാക്കണം സാറേ. ചേട്ടാ ചേട്ടാ എഴുന്നേക്ക്. ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ. ചേട്ടനെ കാണാൻ ഒരാള് റോഡിൽ വന്ന് നിൽക്കുന്നു. ചേട്ടന് വേണേ എഴുന്നേറ്റ് ചെല്ല്. ഞങ്ങക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞങ്ങള് പോന്നു. പോവാന്നോ? ആരാ വന്നതെന്ന് പറഞ്ഞേച്ചു പോടാ. ഓ, ഒരു വെള്ളക്കാരനാ. ഓ, അതാണോ? ആ, വെള്ളക്കാരനെന്നല്ലേ അവൻ പറഞ്ഞത്. ഈ സായിപ്പ് എന്തിനാ എന്നെ തിരക്കി വന്നത്? എടിയേ എടിയേ, എന്നെ തിരക്കി ഒരു സായിപ്പ് വന്നിരിക്കുന്നു. വല്ല വിദേശ ടിവിയുടെയും ആൾക്കാരായിരിക്കും. ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന വിവരം അറിഞ്ഞായിരിക്കും. കർത്താവേ, ഉള്ളതാന്നോ? നിങ്ങൾ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയേച്ച് നല്ല ചെമ്മാന്തരമായിട്ടൊക്കെ ഒന്ന് നില്ല്. ആ, അലക്കി തേച്ച മുണ്ടും ചുബായി ഉടുക്കാവൂ കേട്ടോ. ആ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് വല്ല അഭിമുഖ സംഭാഷണത്തിനും ആയിരിക്കാം. അവർക്ക് മലയാളം അറിയാൻ പറ്റുവോ? നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനേ ഇടനിലക്കാരൻ വേണ്ടായോ? എന്തിന്? അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കും അറിയാവടേ. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ഇട്ടുണ്ണാൻ. നിങ്ങൾ ആള് കൊള്ളാവല്ലോ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? അതൊക്കെ എനിക്ക് പണ്ടേ അറിയാവടി. എന്നോട് പറയാത്തതല്ലേ. പക്ഷേ ഈ അകത്തേക്ക് കയറുവാന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനാടി? ഛേ, നാവിന്റെ തുമ്പിലുണ്ടായിരുന്നതാ. പുറത്തേക്ക് പോകൂ എന്നതിന് ഗെറ്റ് ഔട്ട് എന്നാ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നിന്നേച്ച് അവരോട് ഗെറ്റ് ഔട്ട് എന്ന് പറ. അപ്പൊ അവരകത്തേക്ക് കയറിക്കോളും. എങ്ങനുണ്ടടി? നന്നായിട്ടുണ്ട്. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ വായി തോന്നുന്നൊന്നും വിളിച്ചു പറഞ്ഞേക്കരുത് കേട്ടോ. ദുബായിലൊക്കെ ഉള്ളവരും കാണുന്നതാ. നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ആ പോത്തം വക്കീലിനെ കൊണ്ട് ഒരെണ്ണം തയ്യാറാക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി അലക്കുകല്ല് സംഭാവന ചെയ്തത് വിദേശത്തും അറിഞ്ഞു കാണുമായിരിക്കും. ശരിയാ. നിങ്ങൾ സംസാരിച്ചു നിന്ന് സമയം കളയാതെ അങ്ങോട്ടൊന്ന് ചെല്ല്. എടോ, ഇവിടെ വന്ന വെള്ളക്കാരൻ എവിടെ? ഞാനാ ചേട്ടാ വെള്ളക്കാരൻ. നീയാ വെള്ളക്കാരൻ? അതെ ചേട്ടാ, കഴിഞ്ഞ മാസം തന്ന വെള്ളത്തിന്റെ കാശ് വാങ്ങാൻ വന്നതാ. ഒത്തിരി നാളായി ഒരു കപ്പ ചുട്ട് തിന്നണമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പഴാ ഒന്ന് ഒത്തു കിട്ടിയത്. ഉണക്കമീനും ചുട്ട് ഇവനെ ഒന്ന് തട്ടണ. ഹായ്, ഇന്നാ നിന്റെ പങ്ക്. ബോബൻ ഒരു മര്യാദയില്ല. ഞാനായിരുന്നു കപ്പ പങ്കുവച്ചിരുന്നെങ്കിൽ ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ട് വലുത് നിനക്ക് തന്നേനെ. അതിനെന്താ, നിനക്ക് നിന്റെ ആഗ്രഹം പോലെ ചെറിയ കഷ്ണം തന്നെ കിട്ടിയല്ലോ. രാവിലെ പല്ല് പോലും തേക്കാതെയാ വെട്ടി വിഴുങ്ങാൻ തുടങ്ങുന്നേ. പോയി പല്ല് തേച്ചു വാടാ. ലക്ഷത്തിലേറെ വിലയുള്ള ആന പോലും പല്ല് തേക്കുന്നില്ല.
പിന്നെ ഇനി പല്ല് കഴിച്ചില്ലെന്ന് വെച്ച് പടക്കി വരണ്ട. ഹായ്, കപ്പ. നല്ല കപ്പ ചുട്ട് തിന്ന കാലം മറന്നു. കണ്ടിട്ട് കൊതി വരുന്നുണ്ട്. ഏയ്, ഉണക്കമീനും ഉണ്ടല്ലോ. മോളി, നമ്മുടെ കപ്പ ചുട്ടത് മുഴുവൻ ചേട്ടനെടുത്ത് തിന്നു തീർത്തു. അയ്യോ, മൊത്തവും തിന്നോ? മൊത്തവും തിന്നു. അത് എന്തൊരു നാണം കെട്ട ഏർപ്പാടാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്കിന്ന് ചേട്ടനെ ഒന്ന് പറ്റിക്കണം. അയ്യോ, ഇവിടെ ഇരുന്ന കപ്പ ചുട്ടത് എന്തിയെ? ഈ ഇല വെച്ചിരുന്നതാണോ? ആ, അത് ഞാനെടുത്ത് തിന്നടാ. എന്നതാ കാര്യം? ചതിച്ചല്ലോ ഭർത്താവേ. ചതിച്ചല്ലോ ചേട്ടാ. ഞങ്ങളുടെ ചേട്ടന് എന്നെ പറ്റിപ്പോയല്ലോ എന്റെ ഈശോയെ. ഞങ്ങൾ ഇനി എന്നാ ചെയ്യും? അയ്യോ, ഏത് നേരത്തെ ചേട്ടാ ആ കപ്പ എടുത്ത് തിന്നാൻ തോന്നിയത്? അയ്യോ ദൈവമേ, നീ ഇത്ര കരുണയില്ലാത്തവനായി പോയല്ലോ. എന്നാ കാര്യം? എന്നാ പറ്റി? നിങ്ങളൊന്ന് തെളിച്ചു പറ. ചേട്ടനോട് ഞങ്ങൾ എങ്ങനെ അത് പറയും? അയ്യോ, അത് എലിവിഷം പുരട്ടി വച്ചിരുന്ന കപ്പയായിരുന്നു ചേട്ടാ. അയ്യോ അയ്യോ, എന്റെ കണ്ണും തലയും കറങ്ങുന്നടാ. എന്റെ തൊണ്ട വരളുന്നു. ഞാനിപ്പൊ ചാകുവടാ. ഞങ്ങളുടെ പൊന്നു ചേട്ടൻ ഞങ്ങളെ വിട്ട് പിരിയാൻ പോന്നു. അയ്യോ കർത്താവേ, അയ്യോ. ചേട്ടന്റെ ആ തേജസ്സുള്ള മുഖം ഞങ്ങൾക്കിനി കാണാൻ പറ്റില്ലല്ലോ കർത്താവേ. എടാ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. അയ്യോ, ഞാനിപ്പൊ ചത്തുപോവേ. അയ്യോ, ഒറ്റമൂലിയുണ്ട് ചേട്ടാ. ഇന്നാള് വടക്കേതിലെ സാറാമ്മ എലിവിഷം കുടിച്ചപ്പം ഈ ഒറ്റമൂലി കൊടുത്താ രക്ഷപ്പെടുത്തിയത്. വേഗം കൊണ്ടുപോയത്. ഞാനിപ്പൊ ചാകുവേ. ഇതാ ചേട്ടാ ഒറ്റമൂലി. എന്തൊരു എരിവ. എന്റെ നാവ് പൊള്ളുന്നു. ഇതിൽ എന്റെ നാടി ചേർത്തത് കാന്താരി മുളക് അരച്ച് കാടിക്കകത്ത് കലക്കിയതാ. മൂലി കുറച്ചുകൂടി പാത്രത്തിൽ ബാക്കി ഇരിപ്പുണ്ട്. ഇരിക്കട്ടെ, നാളെ ആരെങ്കിലും വരും ഞങ്ങൾ ചുട്ടുവെച്ച കപ്പ തിന്നാൻ.